ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് മൂവി റിവ്യൂ എടുത്തിരിക്കുകയാണ്. ദീപാവലി റിലീസായിട്ട് നിവിൻ പോളിയുടെ റിലീസായ പടവെട്ട്. ഈ മൂവിയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത് അതിഥി ബാലൻ, ജയരാഘവൻ, പിന്നെ ഇന്ദ്രൻസ്, ഷൈൻ ടോം ചാക്കോ എന്നിവരൊക്കെയാണ്. ഈ മൂവി ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ മൂവിയാണ്. ഒരു നാടിനെ അതിൻ്റെ പരിസരത്തെ ബേസ് ചെയ്ത് രവി എന്ന ചെറുപ്പക്കാരനിലൂടെയാണ് മൂവി കഥ പറഞ്ഞു പോകുന്നത്. അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നമല്ല, കർഷകരുടെ പ്രശ്നം എല്ലാമായിട്ടാണ് മൂവി കഥ പറഞ്ഞു പോകുന്നത്. ഒറ്റ ഇഷ്യൂലല്ല, പക്ഷേ ഇതെല്ലാം നടക്കുന്നത് രവിയിലൂടെയാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതാണ് മൂവി ഒരു പശ്ചാത്തലം കണക്ക്. ഒരു രക്ഷയില്ലാത്ത മൂവി. സത്യം പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറിൽ നിന്നുപരി പല കാര്യങ്ങളും മൂവി സംസാരിക്കുന്നുണ്ട്. മനുഷ്യൻ തമ്മിലൊരു പോരാട്ടം, മനുഷ്യൻ മൃഗം, അങ്ങനെ പല പോരാട്ടം. പടവെട്ടി എടുക്കുക എന്നൊരു പടവെട്ടി തുടരും എന്നാണ് മൂവി അവസാനം എഴുതി കാണിക്കുന്നത്. അത് കണക്ക് തന്നെ മനുഷ്യമുള്ളത്തോളം പടവെട്ടി തുടരും എന്നൊരു കാര്യത്തിനെയാണ് മൂവി ഫുള്ളായിട്ട് ബേസ് ചെയ്ത് പോകുന്നത്. രവി എന്നൊരു ക്യാരക്ടറിന് നിവിൻ പോളി അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. നിവിൻ പോളി മാത്രമല്ല, സിനിമയിൽ വന്നു പോകുന്ന ആൾക്കാരും എല്ലാവരും. അതിൽ നിവിൻ പോളിയുടെ കുഞ്ഞമ്മ, അങ്ങനെ ഒരു വേഷം ചെയ്യുന്നൊരു ആൻറ്റിയുണ്ട്, പുഷ്പ അങ്ങനെ എന്താണ് ക്യാരക്ടറിൻ്റെ പേര്. ആ ആൻറ്റി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ക്ലൈമാക്സൊക്കെ എത്തുമ്പോൾ ചില നോട്ടമൊക്കെ ഉണ്ട്, പിന്നെ ചില വിഷമിക്കുന്ന സീനുകൾ, അതൊക്കെ സൂപ്പറായിട്ടുണ്ട്. ആക്ടിങ് വൈസ് എല്ലാവരും അടിപൊളിയാണ്. ഇപ്പം രവിയുടെ തിരിച്ചറിവുകൾ, വിഷമം, നിസ്സഹായത, അങ്ങനത്തെ പല അവസ്ഥകളിൽ എത്തുമ്പോഴും നിവിൻ പോളി ആ ഓരോ അവസ്ഥയും രവി എന്നൊരു ഒറിജിനൽ ആളുള്ളത് പോലെ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല. പിന്നെ ഇപ്പം രവിയുടെ കുഞ്ഞമ്മയുടെ ആ റോളിലെത്തുന്ന പുഷ്പ, ആ ക്യാരക്ടർ ചെയ്ത അതിൻ്റെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് മൂവി. പിന്നെ ഷൈൻ ടോം ചാക്കോ ആയാലും എല്ലാവരും അടിപൊളിയായിട്ട്. പിന്നെ പേരറിയാത്ത കുറേ ക്യാരക്ടേഴ്സ്, പേരറിയാത്ത കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് മൂവി. എനിക്ക് പേര് അറിയത്തില്ല, വേറെ ഒരു കണ്ടിട്ടില്ല ഞാൻ. കർഷകരുടെ റോളിലാണ് എത്തുന്നത്. അവരും അടിപൊളിയാണ്. ക്ലൈമാക്സും അതിന് മുന്നേ ഒക്കെ അടിപൊളിയായിട്ട് അവർ വന്നിട്ടുണ്ട്. അഭിനയം ഒരു രക്ഷയില്ല, പക്കയാണ്. പിന്നെ ഇത് കഥ എഴുതിയിരിക്കുന്നത് ലിജു കൃഷ്ണയാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് ലിജു കൃഷ്ണയാണ്. കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര സ്ലോ പേസ്ഡ് ആയിട്ട്, ഭയങ്കര ഫ്ലാറ്റായിട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചാണ് മൂവി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഫസ്റ്റ് ഹാഫ് വരെ മീൻസ് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഭയങ്കര സ്ലോ പേസ്ഡ് ആയിട്ടും, ഇങ്ങനെ ഡയറക്ഷൻ എല്ലാം സ്റ്റോറി ഇങ്ങനെ സ്ലോ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഭയങ്കര ഒരു എക്സ്ട്രീംലി എൻഗേജിങ് ഫാക്ടർ ഇല്ല. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് ആ ക്യാരക്ടേഴ്സും അവിടെ ചുറ്റുപാട് നടക്കുന്ന കഥയൊക്കെ തന്നെയാണ്. ഇങ്ങനെ എൻഗേജിങ് ഫാക്ടർ ഭയങ്കരമായിട്ട് പറയില്ല, പക്ഷേ ഫസ്റ്റ് ഹാഫ് സൂപ്പറാണ്. പക്ഷെ ഫസ്റ്റ് ഹാഫിന് തൊട്ട് മുന്നേയുള്ള ഒരു സീനൊക്കെ ഉണ്ട്. അതിനുശേഷം സെക്കൻഡ് ഹാഫും പിന്നെ ബാക്കിയെല്ലാം അങ്ങ് മേലോട്ട് കയറുകയാണ്. അതും ഭയങ്കര ഫാസ്റ്റ് അല്ല, സ്ലോ പേസ് തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും ഭയങ്കര ഒരു എനർജി ലെവൽ കൂടി കണക്ക് നമ്മളിങ്ങനെ ക്ലൈമാക്സ് വെച്ച് നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ നോക്കിയിരിക്കും. ആർപ്പ് വിളി കൂവലൊക്കെ ഇങ്ങനെ കൂവിയായിരുന്നു തിയേറ്ററിൽ ഇരുന്നത്. അത്രയ്ക്ക് ഇങ്ങനെ നല്ല രീതിയിൽ ഭയങ്കര ഒരു ഗ്രാഫ് സ്ലോ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ പോകുന്ന രീതിയിലാണ് ഒരു എനർജി ബിൽഡ് ചെയ്തെടുക്കുന്നത് ക്ലൈമാക്സ് ഒക്കെ. പിന്നെ ഒരു രക്ഷയിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഷമ്മി തിലകൻ, അദ്ദേഹം പറയുന്ന ഡയലോഗും, പിന്നെ ഈ സിനിമയിൽ പല ഡയലോഗും ഉണ്ട്. അതിങ്ങനെ നമ്മൾ കേട്ടിട്ടും അത് ഈ ഉള്ളിൽ കുറേ കാര്യങ്ങളുള്ളത് പോലെ ആ ഡയലോഗ് നമ്മൾ തോന്നിപ്പിക്കും. അങ്ങനത്തെ കുറേ ഡയലോഗുകൾ ഈ മൂവിലുണ്ട്. ഷമ്മി തിലകൻ അദ്ദേഹം സൂപ്പറായിട്ട് സൗണ്ട് മോഡുലേഷൻ, ഇങ്ങനെ ഗാംഭീര്യമുള്ളൊരു സൗണ്ട് മോഡുലേഷൻ അടിപൊളിയാണ്. ഷമ്മി തിലകൻ അദ്ദേഹത്തിൻ്റെ സൗണ്ട് മോഡുലേഷൻ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ മൂവിൽ പാട്ട്, ഈ ഇടയ്ക്ക് ഒരു പാട്ട് റിലീസായിരുന്നു. അപ്പോൾ പാട്ട് ഞാൻ ഫോണിൽ കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് തിയേറ്ററിൽ ആ വിഷ്വൽസൊക്കെ ആയിട്ടിരുന്ന് കാണാൻ ഭയങ്കര രസമാണ്. അത് പാട്ട് എല്ലാം അടിപൊളിയാണ്. എന്നുവെച്ചാൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് നല്ല എക്സ്ട്രാ പൊളി പാട്ടുകളാണ്, എല്ലാം കിട്ടിയ പാട്ടുകളാണ്. ഒന്നും മോശം പാട്ടുകളായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ക്യാമറ വർക്ക്സ് പല കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് കാണിച്ചു പോകുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഷോർട്ടാക്കാണാവും നമ്മളിങ്ങനെ
അതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളുള്ളതുപോലെ നമുക്ക് തോന്നും. അങ്ങനെ നല്ല മീനിങ് ഫുള്ളായിട്ട് കുറേ ഷോട്ടുകളൊക്കെ മൂവിയിലുണ്ട്. ഡയറക്ഷൻ, അഭിനയം, ഓവറോൾ മൂവി ഒരു അടിപൊളി മൂവിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. കാണാൻ പറ്റിയ നല്ലൊരു മൂവി തന്നെയാണത്. ഫസ്റ്റ് ഹാഫിലെ ഒരു സ്ലോ പേസ്നെസ് അത് ചിലപ്പം കുറച്ച് എൻഗേജിങ്നെസ്സിനെ ഒന്ന് ബാധിക്കും, അല്ലാതെ പക്ഷെ അത് മോശമാണെന്നല്ല, ഒട്ടും മോശമില്ല, നല്ല അടിപൊളിയാണ്. പക്ഷെ ഒരു എൻഗേജിങ്നെസ് കുറവാണെങ്കിൽ പോലും കണ്ടുകൊണ്ടിരുന്ന സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോൾ ഒരു തീയാണ്. അപ്പോൾ ലിജു കൃഷ്ണ ഈ മൂവിയിൽ ഫസ്റ്റ് മൂവിയാണ്, അദ്ദേഹം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നിങ്ങളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ എത്തുന്നു. താങ്ക് യു. പിന്നെ നിങ്ങൾ ഈ മൂവി കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കാണുക. കണ്ടിട്ട് ഈ മൂവി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. കണ്ടവരാണെങ്കിൽ മൂവി എങ്ങനെ ഉണ്ടായതെന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. താങ്ക് യു.